വി.എസ്. അച്യുതാനന്ദന്റെ മരണശേഷവും CPM-നെ വേട്ടയാടി ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം കൊഴുക്കുന്നു. തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിന് പുറമെ ആലപ്പുഴ സമ്മേളനത്തിലും യുവ വനിതാ നേതാവ് ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം നടത്തിയെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. മാതൃഭൂമി വാരാന്ത പതിപ്പിൽ വന്ന മുൻ MLA സുരേഷ് കുറുപ്പിന്റെ ഓർമ്മക്കുറിപ്പാണ് പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നത്. മുൻപ് പിരപ്പൻകോട് മുരളിയെ തള്ളിയതുപോലെ സുരേഷ് കുറുപ്പിനെയും പാർട്ടി രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. തൊണ്ടപൊട്ടി ഇവർ വിളിക്കുന്നത് പോലെ VS മരിച്ചിട്ടില്ല. പഴയ ഓർമ്മകൾ. തിരുവനന്തപുരം സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സ്വരാജ് എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പറയുന്നുണ്ടോ സ്വരാജ് തന്നെയാണോ? അല്ല, അത് വേറെ വിഷയമാണ്. ഇപ്പോൾ സ്വരാജാണെന്ന് ഗൗതം മാഷ് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ശരിയായിരിക്കും. പിരപ്പൻകോട് മുരളി പകർന്ന ഊർജ്ജത്തിലാണ് VS പക്ഷക്കാരനായിരുന്ന മുൻ MLA സുരേഷ് കുറുപ്പ് ആരും അറിയാത്ത ചില ഓർമ്മകൾ പങ്കുവച്ചത്. മാതൃഭൂമി വാരാന്ത പതിപ്പിലൂടെയായിരുന്നു CPM-ൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തൽ. VS-ന്റെ തട്ടകമായ ആലപ്പുഴയിൽ 2015 നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ VS വേദി വിട്ട് പുറത്തേക്കിറങ്ങി. ഏകനായി, ദുഃഖിതനായി. പക്ഷെ തല കുനിക്കാതെ, ഒന്നും മിണ്ടാതെ, ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോയി. VS-നെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തിയതിന്റെ മായാത്ത ഓർമ്മയാണ് ലേഖനത്തിലുള്ളത്. എന്നാൽ വിവാദത്തിന് തിരികൊളുത്തിയ പിരപ്പൻകോട് മുരളിയെ തള്ളിപ്പറഞ്ഞതുപോലെ രംഗത്തിറങ്ങുന്നവരെ നേരിടാനാണ് പാർട്ടിയുടെ തീരുമാനം. സമ്മേളനത്തിൽ ഞാൻ ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. അങ്ങനെ ഒരു നേതാവ് അവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഇത്തരം ചർച്ചകൾ നടത്തുന്നവരെല്ലാം പാർട്ടിയുടെ വളർച്ചയിലും പാർട്ടിയുടെ സ്വാധീനത്തിലും ഒക്കെ തന്നെ ഉത്കണ്ഠ ഉള്ളവരാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിഷയത്തിൽ പാർട്ടി ലൈൻ എന്തെന്ന് നേരത്തെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ശുദ്ധ അസംബന്ധം പറയുന്നതാണ്. ഇമാതിരി അസംബന്ധം പറയുന്ന കുറെ ഉണ്ട്. പാർട്ടി മെമ്പർഷിപ്പൊന്നും പോയി പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന് പ്രചാരവേല കിട്ടാൻ വേണ്ടി ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആലപ്പുഴ സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നുള്ള VS-ന്റെ ഇറങ്ങിപ്പോക്ക് 10 വർഷത്തിന് പുറവും പാർട്ടിയെ വേട്ടയാടുന്നു. വിഭാഗീയത അവസാനിച്ചെന്ന് പാർട്ടി ആശ്വസിക്കുമ്പോഴും VS-ന്റെ വിയോഗത്തോടെ പഴയ VS പക്ഷക്കാർ ഓരോരുത്തരും പരസ്യമായി രംഗത്തെത്തുകയാണ്. VS-നെതിരെ ഉണ്ടായ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം ഇപ്പോൾ പാർട്ടിക്കുള്ള പണിഷ്മെന്റായി മാറിയിരിക്കുകയാണ്. VS-ന്റെ വിയോഗത്തോടെ അതിന് ഒരു അതിവൈകാരിക തലം വന്നിരിക്കുന്നു. പാർട്ടി അച്ചടക്കം പേടിക്കാതെയുള്ള പരസ്യ പ്രതികരണങ്ങൾ തന്നെ തെളിവ്. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.